നല്ല കഴിക്കാം. നല്ല നല്ല മധുരമുണ്ട്. ഇതിപ്പോ 3-4 മേടിച്ചിട്ടുണ്ടോ നേരത്തിന് ഒരു അടിയിൽ മേടിച്ചാൽ എന്തായിരുന്നു അവന്? 2 എണ്ണം വന്നപ്പോ തന്നെ എടുത്താ. ഇപ്പൊ 2 എണ്ണം ഇവിടെ തിന്ന് എന്നിട്ടാണ്. എനിക്കെന്താ 1 കിലോ ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ കുഴപ്പമെന്താ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആ ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പണ്ട് അവിടെ ആ അതിരയില് ഒരു പടർന്ന് നിൽക്കുന്ന ഒരു, സത്യമാണോ? ഇത് സത്യമാണ്, പടർന്ന് നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പേര. അതെ, ഇത് ഇത്രയുണ്ട് പേര. അത്രയല്ല, അത് കൂട്ടി പറഞ്ഞതാ. ഇത്ര ഉണ്ടായിരുന്നു, നല്ല ചൊകാന്നിരിക്കും അതിന്റെ ഉള്ളു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അത് നിങ്ങളിതൊന്നും കാണാത്തോണ്ടാ. ടീച്ചറെ നമസ്തേ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? ഇല്ല, കുഴപ്പമില്ല. ഇവിടെ ചോദിച്ചപ്പോ എല്ലാവർക്കും അറിയാം. നാത്തൂന കേട്ടന്റെ പെങ്ങളെ ഒക്കെ. മക്കള് ഒരു മോള്. പക്ഷെ ട്യൂഷന്റെ ആവശ്യമൊന്നുമില്ല, അവള് നല്ലോണം പഠിക്കും. ഓ ട്യൂഷൻ വേണ്ടല്ലേ. ശരി, ഇതല്ലേ മോള്? എന്തോ പേര്? ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. നല്ല റാങ്ക് ഉണ്ടാവും. എത്രയുണ്ട് റാങ്ക്? അപ്പൊ നമുക്ക് ഇന്ന് പോലെ അല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് ഇടങ്ങും. ഓക്കെ, ഉറപ്പിച്ചല്ലോ. എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്. ആണോ? അതൊക്കെ ഞാൻ മാറ്റി എടുക്കൂലേ അല്ലടാ. ശരി ശരി, കാണാം. എവിടെ താമസം? അവര് താഴെയാ. ഓ, അപ്പൊ ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെയാ, പക്ഷെ പാലയിലാണ് അയച്ചേക്കുന്നത്. അവരുടെ ഇവിടെയാ താമസിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് പോവാം മോളെ. ഹലോ. ടീച്ചർ എന്തിനാ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് അടുക്കളല്ലേ അപ്പാ? അതിനെന്താ, അടുക്കളല്ലേ, കയറുകയും കാണുകയൊക്കെ ചെയ്യാലോ. ഇവിടെ ഇരിക്കാനും അതൊന്നും കുഴപ്പമില്ല. പിന്നെ മോളെല്ലാം മെഡിക്കാട്ടോ, നല്ല മെഡിക്കാ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. മെഡിക്കാട്ടോ. ആണല്ലേ, നന്നായിട്ടൊന്നും ആക്കിയിടും. അവളുടെ അക്ഷരം ഒന്നും ശരിയല്ലോ ടീച്ചർ, വൃത്തിയായിട്ടൊന്നും എഴുതത്തില്ല. എന്തായാലും അടുത്ത പ്രാവശ്യത്തെ റിസൾട്ടിൽ ഫസ്റ്റ് റാങ്ക് ആയിരിക്കും ഉറപ്പാണ്. നമുക്കൊരു ചെറിയൊരു തളല് മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ എന്തായാലും കിട്ടിയല്ലോ. അത് ഈ വർഷമല്ലേ ഇവിടെ ചേർത്തത്, അതുകൊണ്ടാണ്. ഓ അതല്ലേ, നല്ല മെഡിക്കാട്ടോ, നല്ല നന്നായി വരും. നല്ല സുന്ദരിയാട്ടോ ജമന്തി. ആ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു ഏതോ ഒരു സീരിയലിലെ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെ. ഞാനിങ്ങനെ കണ്ടപ്പോ ആണല്ലേ, എന്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു. ചുമ്മാ. ശരി 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 കേട്ടോ. അപ്പുറത്തെ നാത്തൂനല്ലേ? നാത്തനുള്ളത് കൊണ്ടാണ് ഒരു കൂട്ട്. അല്ലെ പിന്നെ ഏട്ടൻ കൂടെ പോയി കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പൊ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവിടെ പോയിരിക്കും. അടുത്തടുത്തുള്ളത് ചിലപ്പോ നല്ലതാ അല്ലേ? പിന്നെ നല്ലതാ, എന്തെങ്കിലും ആവശ്യം വന്നാലും പെട്ടെന്ന് ഓടി അങ്ങ് പോവാലോ. ശരി ശരി ശരി. ഒരു മോളാണോ അവിടെ? അവിടെ ഒരു മോളാ. പിന്നെ ക്ലീറ്റോ ചേട്ടന് രാഷ്ട്രീയ പ്രവർത്തകനാണേ. ഓഹോ. അപ്പൊ ക്ലീറ്റോ ചേട്ടനും രാവിലെയൊക്കെ പോയാൽ പിന്നെ രാത്രിയൊക്കെ വരുവുള്ളൂ. അപ്പൊ ജോലി അങ്ങനെ ഒന്നുമില്ല? ആ ജോലി ഭയങ്കര രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര പിടിപാടാ. ഓഹോ. പിന്നെ ഞാനോർത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോ സാധാരണ അങ്ങനെയൊന്നുമല്ല, നല്ല പിടിപാടാ രാഷ്ട്രീയത്തില്. എന്തായാലും മോള് ഒരു തീരുമാനമായി, അടുത്ത പ്രാവശ്യം മുതൽ ഫസ്റ്റ് റാങ്ക്. അത് മതി, ഞങ്ങക്ക് നല്ലൊരു ടീച്ചറിനെ കിട്ടി. ഞാനങ്ങനെ പോറില്ല കേട്ടോ. അധികം വീട്ടിൽ പോയി പഠിപ്പിക്കണ വലിയ ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നാലും പിന്നെ എനിക്ക് കണ്ടപ്പോഴത്തേനും നിങ്ങളെയൊക്കെ അങ്ങ് ഇഷ്ടമായി ശരിക്കും. ഒരു കൂട്ടുമായല്ലോ, മനസ്സ് പറഞ്ഞു. ഇവിടെ വന്ന ഒരു കുഴപ്പമില്ല, ആരുമില്ല ടീച്ചറിന്റെ ശല്യത്തിന്. അവളെന്തായാലും നല്ല മിടുക്കിയാക്കി എടുത്തോളാം, ഉറപ്പ്. അത് മതി. അപ്പുറത്ത് ജമന്തിയും മോളൊന്നും ഇല്ല, ആരെയും കണ്ടില്ല. അതുവരെ ഞാനൊന്ന് ഇവിടെ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പണിയായിരുന്നു അല്ലേ? അങ്ങനെയില്ല, ഇച്ചിരി അരിയാനും പിടിക്കാനും. എന്താ കറി? തോരൻ വെക്കണം. എല്ലാം ഒറ്റയ്ക്കാ ചെയ്യാം? ഞങ്ങള് 2-3 പേരല്ലേ ഉള്ളൂ, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഉള്ളൂ ഇവിടെ. കുഴപ്പമില്ല. പിന്നെ എങ്ങനെ കൊച്ചു പഠിക്കുന്നുണ്ടോ? ഓ കണക്കാ, വലിയ കാര്യമൊന്നുമില്ല. അവള് പറഞ്ഞ് പഠിക്കുന്നുണ്ടെന്ന്. ഓ എനിക്ക് അങ്ങനെ ഒന്നും തോന്നി. ആണോ? പിന്നെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അതെ അതെ, ടീച്ചർ ശരിക്കും ശ്രദ്ധിച്ചാ മതി. നോക്കാം, നമ്മളെല്ലാം ആവുമ്പോഴല്ലേ പറ്റൂ. നല്ല നോക്കാം.
ഒളിച്ചോട്ടായിരുന്നല്ലേ? ഒളിച്ചോട്ടായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു ജമന്തി, പറഞ്ഞായിരുന്നു. വേറെയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കുഴപ്പമാവോ? അല്ല, വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ജമന്തി. എന്നെ പറ്റിയോ? അല്ല, വെറുതെ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ കുഴപ്പമുണ്ടോന്ന് അറിയില്ല. പറഞ്ഞ കുഴപ്പമാവെങ്കിൽ എന്താ ടീച്ചർ പറഞ്ഞു? പറയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ പറയാം. അറിയില്ല, സത്യത്തിൽ പറയാൻ പാടില്ല. എന്നാലും കുട്ടിയുടെ ഈ നിഷ്കളങ്ക മുഖം കാണുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പറയണേ. സത്യം ചെയ്താൽ മാത്രം. ഇല്ലാച്ചാ അങ്ങനെ പറയാൻ പാടില്ല, എനിക്കറിയാം. സത്യം. പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ഈ പറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും അറിയരുത്, ഒരു മനുഷ്യനും അറിയരുത്. പറഞ്ഞ് മനസ്സിലായാലും. സത്യം ചെയ്യും, എൻ്റെ തലത്തൊട്ട് സത്യം ചെയ്യാൻ. സത്യം ചെയ്യും. സത്യം. ഇത് ആരും അറിയരുത്. മനസ്സ് സൂക്ഷിക്കണം. വിഷമിക്കാൻ വേണ്ട കേട്ടാ. കുഴപ്പമില്ല. ശരി, പോട്ടപ്പാ.